ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയം ഉറപ്പായിട്ടും നല്ല രീതിയിലൊരു ഫെയിം കിട്ടണമെങ്കിൽ പോലും അതൊരു നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ നമ്മൾ ഓഡിയൻസ് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും ഈ പറയുന്ന മത്സരാർത്ഥികൾ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അപ്പൊ എന്തായാലും ഈ സീസണിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഒക്കെ ആയിരിക്കുന്ന ജിഷൻ എന്തായാലും അതിന് ഇരയായിരിക്കുകയാണ്. കാര്യം നല്ല രീതിയിൽ എയറിലാണ് പുള്ളി. എന്തായാലും അത് നമുക്കറിയാവുന്നതാണ്. ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ് വരദ എന്ന് പറയുന്നൊരു വൈഫുമായിട്ട്. എന്നാലും ബന്ധം വേർപിരിഞ്ഞിട്ട് എന്നാലും 2 വർഷം കഴിഞ്ഞു. പക്ഷെ ഇവർ ഇന്റർവ്യൂസിലോ കാര്യങ്ങളൊന്നും ഇവരുടെ പാർട്ട്ണറിനെ കുറിച്ച് അങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ അധികം സംസാരിക്കാനോ കാര്യങ്ങൾക്കൊന്നും ഇവർ നിൽക്കാറില്ല. അത് മാത്രമല്ല ഇവർ രണ്ടുപേരും ഇന്റർവ്യൂസിനായിക്കോട്ടെ എല്ലാത്തിനും നല്ല രീതിയിലൊരു റീച്ചും കാര്യങ്ങളും എല്ലാം ഉറപ്പായിട്ടും യൂട്യൂബിലടക്കം നമുക്ക് കാണാവുന്നതാണ്. ഉറപ്പായിട്ടും ഓഡിയൻസ് ഇപ്പോഴും ഇവരെ ഏറ്റെടുക്കുന്ന 2 ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന വരദ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിഷൻ ആയിക്കോട്ടെ. ഓൾറെഡി സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ജിഷൻ ഏറെക്കുറെ എന്തായാലും അതുകൊണ്ട് കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തായാലും ഈ ജിഷന് നേരെ എന്തായാലും നല്ല രീതിയിലൊരു നെഗറ്റിവിറ്റി എന്തായാലും സ്പ്രെഡ് ആവുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ. ഉറപ്പായിട്ടും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അത് നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളോ നിലപാടുകളോ ഒന്നുമല്ല അദ്ദേഹം എടുത്തിട്ടുള്ളത്. സ്പ്രെഡ് ആവുന്ന പോസ്റ്റുകൾ ഇത്തരത്തിലേക്കാണ്. അതായത് ഇത്രയും നാൾ എങ്ങനെ ഇദ്ദേഹത്തെ സഹിച്ചു എന്നുള്ള രീതിയിൽ അർത്ഥം വെക്കുന്ന രീതിയിലൊക്കെയാണ് എന്തായാലും കാര്യങ്ങൾ പോസ്റ്റുകൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയുള്ള ഒരു പ്രധാന ഉറപ്പായിട്ട് ഇത്തരത്തിലൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവണമെങ്കിൽ അതിനകത്തൊരു ഒരു ബേസ് ഉണ്ടല്ലോ. ഉറപ്പായിട്ടും ഇദ്ദേഹം എന്തെങ്കിലും ചെയ്യാതെ ഇത്തരത്തിലൊരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനീഷുമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. അതായത് 2 ദിവസം മുന്നേ ഈ പറയുന്ന അനീഷും മസ്താനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് നമുക്കറിയാം കുറച്ച് ചൊറിയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഗെയിംസും കാര്യങ്ങളും. അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ തന്നെ അങ്ങനെയാണ്. ഈ പുതിയതായിട്ട് കയറിയിരിക്കുന്ന വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ അനീഷ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അനീഷ് പറയുന്നതിന് പുതിയതായിട്ട് കയറിയിരിക്കുന്ന വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ എല്ലാം വേസ്റ്റ് ആണ്. ഒന്നിനും ഒരു നഷ്ടല്ലോ കാര്യങ്ങളൊന്നുമില്ല. പലരും കളിച്ചതിന്റെ പുറകെ പോയി നിൽക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു സപ്പോർട്ട് ചെയ്യാൻ രീതിയിൽ മാത്രമുള്ള അല്ലാതെ സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത നട്ടലില്ലാത്ത ആൾക്കാരൊക്കെയാണ് എന്നാലും പുതിയതായിട്ട് കയറിയിരിക്കുന്ന വൈൽഡ് കാർഡ് എൻട്രീസ് എന്നൊക്കെ എന്തായാലും അനീഷ് എന്തായാലും പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ മസ്താനി പറയുന്നുണ്ടോ അപ്പൊ നട്ടലില്ലാത്തതുകൊണ്ടായിരിക്കും താങ്കളുടെ ഭാര്യ താങ്കൾ ഇട്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് മസ്താനി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ജിഷനും ഇത് കേട്ട് നിൽക്കുന്നതിന് ജിഷനും ഇത് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ എന്നാലും ചൊറിഞ്ഞു ഈ പറയുന്ന ജിഷനും വരുന്ന സമയം പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വെറുതെ അല്ല ഈ പറയുന്ന ഭാര്യ എന്തായാലും വിട്ടിട്ട് പോയി നല്ല രീതിയിൽ അർത്ഥം വെക്കുന്ന രീതിയിൽ എന്തായാലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന ലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട്. അതായത് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പൊ ജിഷിന്റെ അടുത്ത് ലക്ഷ്മി പറയുന്നുണ്ട് നമുക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്തായാലും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതായത് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് ആണോ അവരുടെ മിസ്റ്റേക്ക് ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. ഇതിപ്പോ അവർ പറഞ്ഞാൽ പോലും നമ്മളിത് കാണാത്ത നമ്മൾ വിറ്റ്നസ് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മളധികം ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ലക്ഷ്മി ഈ പറയുന്ന ജിഷിനെ എന്തായാലും ഫയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ലക്ഷ്മി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഡിവോഴ്സ്ഡ് അല്ലേ എന്നുള്ള രീതിയിൽ ജിഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ജിഷനൊന്നും ശരിക്കും അടിപത്തറുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് അതിനുശേഷം പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ച് പോകുന്നത് എന്നുള്ളതിനെ ഒന്നും വലിയൊരു വ്യക്തത കാര്യങ്ങളൊന്നും ഇല്ല. അതിനുശേഷം ജിഷൻ പറയുന്നുണ്ട് നിങ്ങൾ വെറും ഒരു ഫീമെയിൽ ഷോമിനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കൗണ്ടർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ റിവെഞ്ച് എടുത്തിട്ട് പിന്നെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് സമയത്തുള്ളതാണ്. ഇത് ഇവർ കിച്ചന്റെ കാര്യങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ലക്ഷ്മി ക്യാപ്റ്റനും ഈ പറയുന്ന ജിഷനൊക്കെ അതിനകത്ത് പാർട്ട്നേഴ്സായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരും കൂടിയാണ്. അപ്പൊ എന്തായാലും ഡിന്നറിന്റെ സമയത്താണെന്നുണ്ടെങ്കിലും ഫുഡ് എന്തായാലും ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയം ലക്ഷ്മി പറയുന്നുണ്ട് ബാക്കി ആൾക്കാരൊന്നും വിളിച്ചാൽ വരാറൊന്നുമില്ല, അവർ വെറുതെ സമയത്തിൽ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് കേട്ടോണ്ടിരിക്കുന്ന ജിഷിന് മനസ്സിലാവുന്നുണ്ട് ഇത് ജിഷിനെ പോയിന്റ് ചെയ്താണ് പറയുന്നത്. അപ്പൊ ഇതും ഏറ്റുപിടിച്ചിട്ട് ജിഷൻ ഈ പറയുന്ന ലക്ഷ്മി എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ച് ഭയങ്കര അലറി വിളിച്ചിട്ട് ജിഷൻ ലക്ഷ്മിക്ക് നേരെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ജിഷിന്റെ ഡിവോഴ്സ് മാറ്റർ ലക്ഷ്മി എടുത്തിട്ടതാണ് ഈ പറയുന്ന ജിഷൻ ഏറ്റവും അധികം കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ പിന്നീടക്കം എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് നിങ്ങൾ ഒരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങളെ കുറിച്ച് ഒരാൾ പറയുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണോ, അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടിക്കൊന്നും പോകാൻ നിൽക്കുന്ന രീതിയിൽ പിന്നെ പറയുന്നുണ്ട്. അതൊരു ഉറപ്പായിട്ടും ഒരു ശരിയായിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അപ്പൊ എന്നാലും ഈ ഒരു കാര്യമൊക്കെ വെച്ചിട്ട് അതായത് ജിഷിന്റെ പ്രവൃത്തിയും ജിഷിന്റെ സ്ത്രീകളോടുള്ള സംസാരം, സ്ത്രീകളോടൊന്നല്ല ഒരാളോട് സംസാരിക്കുന്ന രീതിയും അതൊക്കെ വെച്ചിട്ട് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഡിവോഴ്സ് മാറ്റർ അടക്കം ഇപ്പൊ കുത്തിപ്പൊക്കി ഒരു നെഗറ്റീവായുള്ള രീതിയിലൊരു ഇമേജ് എന്തായാലും ജിഷൻ നല്ല രീതിയിൽ പുറത്തുനിന്നാലും ക്രിയേറ്റ് ആവുന്നുണ്ട്. ജിഷിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അദ്ദേഹം ഒരു നല്ലൊരു പ്ലെയർ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?